ഈ ഗ്യാസ് എപ്പ എങ്ങനെയാ തീരുന്നെന്നറിയില്ല. ദൈവമേ, ഇതിനൊരു പരിഹാരമില്ലേ? എന്തിനാ ഇങ്ങനെ പുലമ്പുന്നേ? ദൈവത്തിന് വിളിച്ചാ ദൈവമാണോ സിലിണ്ടർ കൊണ്ടുവന്ന് തരാൻ പോന്നേ? എന്താ അങ്ങനെ നോക്കുന്നേ? ഇതുപോലെ ഗ്യാസ് തീർന്നതിനും അപകടത്തിനും ഒന്നും ദൈവത്തിനെ വിളിക്കരുത്. നമ്മൾ വേണം കരുതിയിരിക്കാൻ. ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ? ഈ ജോലി തിരക്കിനിടയ്ക്ക് ഇതൊക്കെ ഓർമ്മയിൽ വെച്ച് എങ്ങനെയാ ചെക്ക് ചെയ്യാൻ പറ്റുക? പറ്റിയെന്ന് വരില്ല. നമ്മുടെ ഇന്നത്തെ യാന്ത്രിക ജീവിതത്തിൽ ഇതൊന്നും ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമുണ്ട്. എന്ത് പരിഹാരം? ഓറിയൻസ് വിപണിയിൽ ഇറക്കിയിട്ടുള്ള ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്, അതായത് ഇന്ധന സുരക്ഷാ ഉപകരണം. അങ്ങനെ എന്ത് ഉപകരണമാണ് നമുക്ക് സുരക്ഷ നൽകുന്നത്? അങ്ങനെ ചോദിക്ക്. ഇതിന്റെ പേരാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്, ഇന്ധന സുരക്ഷാ ഉപകരണം. യാതൊരുവിധ അഗ്നിബാധയും ഏൽക്കാതെ നമ്മളെ സംരക്ഷിക്കും. ഈ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് നമ്മുടെ നോർമൽ റെഗുലേറ്റർ പോലെ തന്നെ ഫിക്സ് ചെയ്യാം. അതിനുശേഷം റെഗുലേറ്റർ ഇതിനു മുകളിലായി ഫിക്സ് ചെയ്യണം. ഇപ്പോൾ മീറ്റർ 0-ലാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ 2 നോബ്സും ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് ഈ മീറ്റർ 2 തവണ പ്രസ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി സ്റ്റൌവിലേക്ക് ഗ്യാസ് വരാൻ തുടങ്ങും. പ്രസ് ചെയ്തതിനു ശേഷം മീറ്ററിൽ നോക്കിയാൽ ഇപ്പോ സിലിണ്ടറിൽ എത്രത്തോളം ഗ്യാസ് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നോർമലി സിലിണ്ടറിൽ നിന്ന് 640 പൗണ്ട് പ്രഷറിലാണ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. അത് നമുക്ക് നോർമൽ റെഗുലേറ്റർ വഴി 320 പൗണ്ടായി സ്റ്റൌവിലേക്ക് ഗ്യാസ് എത്തിച്ചു തരുന്നു. എന്നാൽ നമ്മള് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ അത് 160 പൗണ്ടായി കുറച്ച് ഗ്യാസ് എത്തിച്ചു തരുന്നു. ഇതുപയോഗിച്ചാൽ നിങ്ങൾക്ക് 30 ദിവസം കൊണ്ട് തീരുന്ന ഗ്യാസ് 40 ദിവസം വരെ ഈസിയായി ഉപയോഗിക്കാൻ കഴിയും. നമ്മള് സാധാരണ സ്റ്റവ് കത്തിച്ചിട്ട് അതിൽ പാലോ അല്ലെങ്കിൽ അരിയോ മറ്റോ വേകാനിട്ടിട്ട് പുറത്തു പോകാറുണ്ട്. അപ്പൊ ചിലപ്പോ പാല് തിളച്ചു പൊങ്ങി സ്റ്റവ് ഓഫാകും. ഇതുപോലെ ഓഫ് ആയതിനു ശേഷം നമ്മൾ നോർമൽ റെഗുലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് ഗ്യാസ് മുഴുവനും ലീക്കാകും. അതുപോലെ അന്തരീക്ഷത്തിലുള്ള വായുവിനേക്കാളും സിലിണ്ടറിലുള്ള ഗ്യാസിന്റെ ഭാരം കൂടുതലായതിനാൽ തറയിൽ മുഴുവനും ആ ഗ്യാസ് സ്പ്രെഡ് ആകും. നിങ്ങൾ വീട്ടിനകത്ത് വന്ന് സ്വിച്ച് ഓൺ ചെയ്താലോ അല്ലെങ്കിൽ തീപ്പെട്ടിക്കൊള്ളി ഉരയ്ക്കുകയോ മറ്റോ ചെയ്താലോ അഗ്നിബാധ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ നമ്മുടെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഒരു തീ അപകടം സംഭവിക്കാനുള്ള സാധ്യതയേ ഇല്ല. ഇപ്പൊ ഇത് ശ്രദ്ധിക്കൂ. ഞാൻ തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് ഇതിന് ചുറ്റും ഇങ്ങനെ കാണിക്കാം. പക്ഷേ ഒരു സ്ഥലത്തും തീ കത്തിപ്പിടിച്ചില്ല. ഇപ്പൊ നമ്മള് ബർണറിനടുത്ത് കൊണ്ടുപോകുമ്പോഴേ കത്തുന്നുള്ളൂ. കണ്ടല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസിന്റെ സവിശേഷത. ഇതുപോലെ പാത്രം അടുപ്പിൽ വെച്ചിരിക്കുമ്പോ നമ്മള് വീട്ടിലെ കുട്ടികളുടെ പുറകെ ആയിരിക്കും അല്ലെങ്കിൽ വേറെ വല്ല ജോലി തിരക്കിലുമായിരിക്കും. ആ സമയത്ത് ട്യൂബിൽ ഒരുപക്ഷെ ദ്വാരം വീഴുകയോ പിളർന്നു പോവുകയോ ചെയ്താൽ അപ്പോ ഓട്ടോമാറ്റിക്കായി അല്പസമയത്തിനുള്ളിൽ ഗ്യാസ് എല്ലായിടത്തും വ്യാപിച്ച് വലിയ തീ അപകടം സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അങ്ങനെ യാതൊന്നും സംഭവിക്കുകയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കൂ. ഇപ്പൊ കണ്ടോ? അത്രയുള്ളൂ. ഇത് ഓട്ടോമാറ്റിക്കായി 5 to 10 മിനിറ്റ്സിൽ നമുക്ക് ഈ ഡിവൈസ് ഫുള്ളായിട്ട് കട്ട് ഓഫ് ചെയ്ത് തരും. മറ്റൊരു സന്ദർഭത്തിൽ സ്റ്റവ് കത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ വീട്ടിലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്യൂബ് പിടിച്ച് വലിച്ചൊന്നിരിക്കട്ടെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഈ ഗ്യാസ് ട്യൂബ് കട്ടായി പോയിന്നിരിക്കട്ടെ. അപ്പൊ ഓട്ടോമാറ്റിക്കായി സ്റ്റവ് ഓഫ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിച്ചില്ലേ? ഇപ്പോ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ സ്റ്റവ് ഓഫ് ആയിരിക്കുകയാണ്. അതേസമയം നിങ്ങള് മീറ്ററിന്റെ സൂചിയിൽ നോക്കിയാൽ ഇതിൽ 0 എൻഡ് പോയിന്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോ ഞാൻ മറ്റൊരു കാര്യം പറയാം. നോർമലി ഇങ്ങനെ ട്യൂബ് കട്ടായിരിക്കുമ്പോ പെട്ടെന്നൊരു ട്യൂബ് കട്ടാകുകയാണെങ്കിൽ ഉടനെ ഗ്യാസ് ലീക്ക് ആകാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഒരു വലിയ തീ അപകടം സംഭവിക്കും എന്നല്ലേ നമ്മൾ കരുതാറ്. എന്നാൽ നിങ്ങളിത് ശ്രദ്ധിക്കൂ. ഇതാ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഈ തീ ഇവിടെ കാണിക്കുന്നു. ഒന്നും സംഭവിച്ചില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. ആവശ്യമില്ലാതെ ഗ്യാസ് ലീക്കായാൽ നമ്മുടെ ഡിവൈസ് എത്ര വേഗം കട്ട് ഓഫ് ചെയ്യുന്നു ഞാൻ നിങ്ങൾക്കിപ്പോ കാണിച്ചു തരാൻ പോകുന്നു. പറഞ്ഞില്ലേ, അത്രയുള്ളൂ. ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് കട്ട് ഓഫ് ചെയ്തു തരും.
ഇതും കടന്ന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിന് മാക്സിമം 2 കോടി വരെ ഇൻഷുറൻസ് ഉണ്ട്. 3 വർഷം ഗ്യാരണ്ടി, 30 വർഷം ഈട് നിൽക്കും. ഇതിനേക്കാൾ സുരക്ഷിതത്വം എന്താണ് വേണ്ടത്? GSD, അടുക്കളയുടെ സുരക്ഷാ കവചം.